ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സ്നിക്കേഴ്സ് പുഡിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇതിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലോട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പഞ്ചസാരൊക്കെ കാരമലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട പിടിക്കണ പോലെ തോന്നും. അത് കുഴപ്പമില്ല, നമ്മൾ ഇളക്കി ഇട്ടത് റെഡിയാക്കി കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ഒരു കട്ട പിടിക്കണ ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അത് പ്രശ്നമാക്കണ്ട, നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്താൽ അതൊക്കെ നന്നായി അലിഞ്ഞ് ചേരും. അങ്ങനെ പഞ്ചസാര നന്നായി മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇതിലോട്ട് ഇനി നമുക്കൊരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി ഈ മിക്സ് നന്നായി തണുക്കണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കണില്ല. ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മേലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കേക്കാണ് കേട്ടോ എടുക്കുന്നത്, അതിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ളത് ചെയ്തെടുക്കുക. അതിനായിട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ തന്നെ കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനത്തെ പഞ്ചസാരയൊക്കെ മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം കട്ട പിടിക്കും കേട്ടോ. അതൊന്നും വിഷയമാക്കണ്ട. ഇതിനോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ബട്ടറും പഞ്ചസാരയും എല്ലാം നന്നായി മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് പീനട്ടാണ് കേട്ടോ. വറുത്ത പീനട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് ലൂസ് പോലെ തോന്നും. ഇത് തണുത്ത് വരുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് പുഡിംഗ് ട്രേ ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ അളവ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്തെടുക്കണ പോലെ അത്രക്ക് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. ഇനി നമുക്കൊരു 1/2 കപ്പ് ചോക്ലേറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ടൊരു ചൂട് പാല് ഒരു 1/2 കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി പാലിന് പകരം നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ക്രീം ബീറ്റ് ചെയ്തല്ലോ, അതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൂന്നാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിപ്പോൾ ഇവിടെ കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കേക്കിൻ്റെ ബാക്കി വന്ന പീസസുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ
കേക്കൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയല്ലോ ഒരു സിറപ്പ്, കോഫി പൗഡറൊക്കെ ഇട്ടിട്ട്, അത് നമ്മൾ ഇതിൻ്റെ മീതോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്കിതിലോട്ട് കുറച്ച് പീനട്ടിൻ്റെ മിക്സ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലോട്ട് വീണ്ടും സ്നിക്കേഴ്സിൻ്റെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യണ രീതിയിൽ മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ മേൽഭാഗത്ത്. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഡിസൈനിലോട്ട് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൂപ്പിക് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മൊത്തത്തിലായിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. വായിലിട്ട് അലിഞ്ഞു പോണ തരത്തിലുള്ള പുഡിങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ കേക്കിന് പകരം ബ്രെഡ് വെച്ചിട്ടും ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.